KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ചേളാരി വിഭാഗം. SSF പ്രൊഫ് സമിറ്റ് പ്രഖ്യാപനം നാളെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ. ആശൂറ പ്രഭാഷണവും പ്രാർത്ഥനാ സംഗമവും വെള്ളിയാഴ്ച മർക്കസിൽ. ഹരിയാനയിൽ ദലിത് കുടുംബത്തെ ജീവനോടെ കത്തിച്ചു, ജാതിപ്പോരാണ് കാരണം. ശിവസേനയ്ക്ക് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ശക്തമായ താക്കീത്. ബാൾക്കൻ അതിർത്തികളിൽ കർശന നിയന്ത്രണം, അഭയാർത്ഥികൾക്ക് ദുരിതപർവം. മാസിഡോണിയയിൽ ഒരു ദിവസത്തിനിടെ 10,000 അഭയാർത്ഥികൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അരുവിക്കര ആവർത്തിക്കുമെന്നത് ഉമ്മൻചാണ്ടിയുടെ വ്യാമോഹം, VS അച്യുതാനന്ദൻ. ക്യാമ്പസുകളിലെ വാഹന നിയന്ത്രണത്തെ സ്വാഗതം ചെയ്ത് ഹൈക്കോടതി, നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. ശിവസേനയുടെ ഭീഷണി, പാക് ഗായകൻ ഗുലാം അലിയുടെ ഡൽഹിയിലെ പരിപാടി റദ്ദാക്കി. വാർത്തകൾ വിശദമായി. ഹരിയാനയിൽ ദലിത് കുടുംബത്തിലെ 4 പേരെ ഭൂവുടമകൾ ജീവനോടെ കത്തിച്ചു. 5ഉം 1ഉം വയസ്സുള്ള പിഞ്ചുകുട്ടികൾ വെന്തുമരിച്ചു. കുട്ടികളുടെ പിതാവിന് 2 കൈകൾക്കും പൊള്ളലേറ്റു. മാതാവിന്റെ നില അതീവ ഗുരുതരമാണ്. ഹരിയാനയിൽ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ ബല്ലഗ്ഗഡിൽ സൺപേഡിൽ പുലർച്ചെ 3:30യോടെയാണ് സംഭവം നടന്നത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ. പുലർച്ചെയായതിനാൽ കുടുംബം ഉറക്കത്തിലായിരുന്നു. കുറച്ചാളുകൾ വീട്ടിൽ കയറിയാണ് അതിക്രമം നടത്തിയത്. വീട്ടിൽ കടന്ന അക്രമികൾ കുടുംബത്തെ മർദ്ദിച്ച ശേഷമാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. നാട്ടുകാരാണ് തീക്കെടുത്തി ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ബല്ലബ്ഗഡ് DCP സുബീന്ദർ സിംഗ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുമുണ്ട്. അന്വേഷണം നടക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. ശിവസേനയ്ക്ക് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ശക്തമായ താക്കീത്. അക്രമം വെച്ച് പൊറുപ്പിക്കാനാകില്ലെന്നും പ്രശ്നങ്ങളിൽ സംവാദമാണ് വേണ്ടതെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. വിധ്വംസക ശക്തികളെ എതിർക്കണം. ചില സംഭവങ്ങൾ അതീവ ഗൌരവമേറിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവസേനയുടെ അടക്കം രാജ്യത്ത് അക്രമ സംഭവങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് അരുൺ ജെയ്റ്റ്ലി സർക്കാർ പ്രതിരോധവുമായി രംഗത്തെത്തിയത്. സ്വന്തം കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാൻ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താമെന്നാണ് ചിലരുടെ നിലപാട്. ഇത്തരം സംഭവങ്ങൾ സാമുദായിക ഐക്യം തകർക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ എല്ലാവരും തയ്യാറാകണം. ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നതാണ് കാഴ്ച. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. അത്തരം സാധ്യതകളിലേക്കാണ് തിരിയേണ്ടത്. ചില BJP നേതാക്കളിൽ നിന്നും പ്രകോപനപരമായ പരാമർശങ്ങളുണ്ടായി. ഇവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും അതൃപ്തി അറിയിച്ചതായും അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും അരുവിക്കരയിലെ പോലെ UDF വിജയിക്കുമെന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വ്യാമോഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. VSന്റെ 93ാം പിറന്നാളായ ഇന്ന് കന്റോൺമെന്റ് ഹൌസിൽ കാണാനെത്തിയ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായം 93ആയി. അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ഇത് പത്രസമ്മേളനമായി കാണേണ്ടെന്നും പിറന്നാൾ പായസം കുടിച്ച് എല്ലാവരും പോയിക്കോളൂ എന്നും അദ്ദേഹം തമാശയായി പറഞ്ഞു. പിറന്നാൾ ദിനമായ ഇന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാണ് VS. ബാൾക്കൻ അതിർത്തികളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അഭയാർത്ഥികൾക്ക് ദുരിതപർവം. മാസിഡോണിയയിൽ ഒരു ദിവസത്തിനിടെ 10,000 അഭയാർത്ഥികളാണ് എത്തിയത്. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ഇടവേളയ്ക്കുശേഷം ഗ്രീസ് വഴി യൂറോപ്പിലേക്ക് കടക്കുന്നവരുടെ എണ്ണം വീണ്ടും ശക്തമായി. ഞായറാഴ്ച മാത്രം ഗ്രീസിൽ നിന്ന് 10,000-ലേറെ പേർ ബാൾക്കൻ രാജ്യമായ മാസിഡോണിയയിലേക്ക് കടന്നതായി പോലീസ് അറിയിച്ചു. അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾക്കിടയിൽ ഇനിയും ധാരണയാവാത്തത് പ്രതിസന്ധി തുടരാനിടയാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 10,000-ലേറെ അഭയാർത്ഥികൾ സെർബിയയിൽ കുടുങ്ങിക്കിടക്കുന്നതായി UN അഭയാർത്ഥി കമ്മീഷൻ അറിയിച്ചു. ക്രൊയേഷ്യയിലേക്ക് കടക്കുന്നതിന് അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയതാണ് തടസ്സമാവുന്നത്. ക്രൊയേഷ്യയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു കവിഞ്ഞതിനാൽ പുതുതായി ആളെ സ്വീകരിക്കാനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. കഴിഞ്ഞ ദിവസം 2,000-ഓളം പേർ അതിർത്തിയിൽ നിർത്തിയിട്ട ട്രെയിനിലാണ് കഴിഞ്ഞത്. ഹംഗറി പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ ക്രൊയേഷ്യയിൽ നിന്ന് സ്ലൊവേനിയ വഴി ഓസ്ട്രിയയിലേക്കും തുടർന്ന് ജർമ്മനിയിലേക്കും കടക്കുകയാണ് അഭയാർത്ഥികളിലേറെയും. പ്രതിദിനം 2,500 പേരെ മാത്രമേ സ്വന്തം അതിർത്തി വഴി കടത്തിവിടൂവെന്ന് സ്ലൊവേനിയ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ശരാശരി 5,000-ഓളം പേർ അതിർത്തി കടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇത് ഞായറാഴ്ച 10,000 കടന്നിട്ടുണ്ട്. യൂറോപ്പിൽ കടുത്ത തണുപ്പ് തുടങ്ങുന്നത് മുൻനിർത്തി പരമാവധി പേർ നേരത്തെ രാജ്യത്തെത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തുർക്കിയിൽ നിന്ന് ജർമ്മനിയിലെത്തുന്ന സിറിയൻ അഭയാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യം നൽകാൻ സജ്ജമാണെന്ന് ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാന് ഉറപ്പ് നൽകിയിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കോളേജുകൾ വിദ്യാർത്ഥികളുടെ അഴിഞ്ഞാട്ടത്തിനുള്ള ഇടമല്ലെന്നും കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥിനി ജീപ്പിടിച്ച് മരിച്ച സംഭവത്തിൽ 26 വിദ്യാർത്ഥികളെ പുറത്താക്കിയ സംഭവത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. അച്ചടക്കത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് ഹൈക്കോടതി തന്നെ വിലങ്ങിട്ടു. ബൈക്ക് റേസിനും അമിതവേഗത്തിനും അഴിഞ്ഞാട്ടത്തിനുമുള്ള ഇടമല്ല ക്യാമ്പസെന്ന് ജസ്റ്റിസ് വി ചിദംബരേഷ് വിധിന്യായത്തിൽ വ്യക്തമാക്കി. സമാധാനമായ അക്കാദമിക് അന്തരീക്ഷമാണ് ക്യാമ്പസുകളിൽ ഉണ്ടാകേണ്ടത്. അതിനായി കോടതി ഉത്തരവുകളും സർക്കാർ തീരുമാനങ്ങളും കടലാസിലൊതുങ്ങാതെ നടപ്പാക്കണം. അധ്യാപകരുടെയും അനധ്യാപകരുടെയും വാഹനങ്ങൾ മാത്രം ക്യാമ്പസിൽ പ്രവേശിപ്പിക്കുക. ക്യാമ്പസിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ പാർക്കിംഗ് സൌകര്യം ഒരുക്കുക. കവാടങ്ങളിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക. സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിയോഗിക്കുക തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടപ്പാക്കണം. ഇതിന് വിരുദ്ധമായി സൈലൻസർ ഘടിപ്പിക്കാത്ത വാഹനങ്ങളുമായി അമിതവേഗത്തിൽ പായുന്നവരെ പിടികൂടി പിഴ ഈടാക്കണം. ക്യാമ്പസുകളിൽ 9 മണിക്ക് ശേഷം ആഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം കർശനമായി നടപ്പാക്കണം. ഒപ്പം IIT ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ സൈക്കിൾ യാത്ര മാതൃകയാക്കാമെന്നും കോടതി പറഞ്ഞു. പാകിസ്ഥാൻ ഗസൽ ഗായകൻ ഗുലാം അലി ഡൽഹിയിൽ നടത്താനിരുന്ന സംഗീത പരിപാടി ശിവസേനയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ റദ്ദാക്കി. ഇക്കാര്യം അദ്ദേഹം ഡൽഹി സർക്കാരിനെ അറിയിച്ചു. നവംബർ 8-നായിരുന്നു പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. നേരത്തെ മുംബൈയിൽ നടത്താനിരുന്ന പരിപാടി ശിവസേനയുടെ ഭീഷണിയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലേക്ക് ക്ഷണിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യൻ സൈനികരുമായി ഏറ്റുമുട്ടുമ്പോൾ അവരുമായി ഒരു ബന്ധവും വേണ്ടെന്നതാണ് ശിവസേനയുടെ വാദം. ഗുലാം അലിയെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും സംഗീത പരിപാടിക്കായി ക്ഷണിച്ചിരുന്നു. ശിവസേന ഭീഷണിയെ തുടർന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ കമന്റേറ്റർമാരായ വസീം അക്രമും ഷുഐബ് അക്തറും ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയി. ഗൾഫ് വാർത്തകൾ. ഹജ്ജിലൂടെ നേടിയ ആത്മീയ പരിശുദ്ധി ഭാവി ജീവിതം ബാസുരമാക്കാനുള്ള അവസരമായി ഹാജിമാർ ഉപയോഗപ്പെടുത്തണമെന്ന് ICF തുക്ബ സെൻട്രൽ കോർഡിനേറ്റർ കാസിം സഖാഫി പറഞ്ഞു. നജ്മ ഹജ്ജ് ഗ്രൂപ്പിന് കീഴിൽ ഈ വർഷം ഹജ്ജിന് പോയ ഹാജിമാർക്ക് ദമ്മം സഫ ഓഡിറ്റോറിയത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്വീകരണ സംഗമം ICF നാഷണൽ ഉപാധ്യക്ഷൻ അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. RSC കലാലയം കൺവീനർ സ്വാദിഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഹാരിസ് ജൌഹരി, അഷ്റഫ് പട്ടുവം, ഹമീദ് വടകര, അഹമ്മദ് തോട്ടട എന്നിവർ സംസാരിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും മദ്ഹർ ശില്പിയും നിരവധി മഹല്ല് സംയുക്ത ജമാഅത്ത് ഖാദിയുമായിരുന്ന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ അനുസ്മരണ സമ്മേളനം ഈ മാസം 23-ന് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ദേര അൽതാജ് സ്റ്റുഡിയോക്ക് മുൻവശത്തുള്ള ലണ്ടൻ ഹോട്ടലിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അനുസ്മരണ സമ്മേളനത്തിൽ SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് PKM സഖാഫി ഇരിങ്ങലൂർ പ്രഭാഷണം നടത്തും. കൂടാതെ പ്രമുഖ സയ്യിദന്മാരും ആലിമീങ്ങളും പണ്ഡിതന്മാരും നേതാക്കളും സംബന്ധിക്കും.
ശാന്തസുമോഹന സുന്ദരവനിയിൽ പൂത്തൊരു സ്നേഹദളങ്ങളിതാ മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ. ശാന്തസുമോഹന സുന്ദരവനിയിൽ പൂത്തൊരു സ്നേഹദളങ്ങളിതാ മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ. We salute humanity, soulmate softly change this sound. Be a part of our mission, be the light that illuminate. Aswinu lana wal urbu lana wal hindu lana wal kullu lana. Adhal islamu lana dina wa jami'ul kawni lana watwana. चीनो अरब हमारा, हिंदुस्तान हमारा, मुस्लिम है हम वतन है, सारा जहान हमारा, सारा जहान हमारा, सारा जहान हमारा. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ആശുറാ ദിനമായ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരാനന്തരം കാരന്തൂർ മർക്കസിൽ ഏത്തിക്കാഫ് ജൽസ, 313 സാദാത്തുക്കളെ ആദരിക്കൽ, പ്രാർത്ഥനാ സംഗമം, ഇഫ്താർ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു. പ്രവർത്തനങ്ങൾക്ക് കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ചെയർമാനും ഹാഫിൽ സമദ് സഖാഫി കൺവീനറായും സംഘാടക സമിതി നിലവിൽ വന്നു. ഇത് സംബന്ധമായി മർക്കസിൽ ചേർന്ന യോഗത്തിൽ VPM ഫൈസി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സി മുഹമ്മദ് ഫൈസി വിഷയാവതരണവും ലത്തീഫ് സഖാഫി സ്വാഗതവും പറഞ്ഞു. ഡൽഹിയിൽ നിര്യാതനായ വള്ളിക്കുന്ന് അത്തോണിക്കലിലെ ഹബീബ് നൂറാനിയുടെ പേരിൽ പ്രാർത്ഥന നടത്തി. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ് സമിറ്റിന്റെ പ്രഖ്യാപനം നാളെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ജില്ലാ ക്യാമ്പസ് സമിതി അംഗങ്ങൾ, ഡിവിഷൻ ക്യാമ്പസ് സെക്രട്ടറിമാർ, ക്യാമ്പസ് പ്രതിനിധികൾ പങ്കെടുക്കും. സയ്യിദ് മുഹമ്മദ് തുറാബ് അസ്സഖാഫി, ഷൌക്കത്ത് നഈമി അൽ ബുഖാരി, ഷുജാഅത്ത് അലി ഖാദിരി, സുഹൈറുദ്ദീൻ നൂറാനി, കെ അബ്ദുൽ കലാം, NV അബ്ദുറസാഖ് സഖാഫി, ഫാറൂഖ് നഈമി തുടങ്ങി പ്രമുഖർ പ്രസംഗിക്കും. അടുത്ത മാസം 12-ന് കോട്ടക്കലിൽ നടക്കുന്ന ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ പ്രഥമ കോൺവക്കേഷൻ സഹകരണ സമിതി മീറ്റിംഗ് നാളെ കോട്ടക്കലിൽ നടക്കും. വൈകിട്ട് 4:30-ന് നടക്കുന്ന മീറ്റിംഗിൽ കോൺവക്കേഷൻ സ്വാഗത സംഘം ഭാരവാഹികളായ സുലൈമാൻ സഖാഫി മാളിയക്കൽ, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, ആലവി സഖാഫി കൊളത്തൂർ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, VM കോയ മാസ്റ്റർ, മുഹമ്മദ് അലി സഖാഫി കിടങ്ങയം, സീനത്ത് അബ്ദുറഹ്മാൻ ഹാജി, MN സിദ്ദീഖ് ഹാജി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. തിരുവമ്പാടി പാമ്പിഴിഞ്ഞപ്പാറ SYS സാന്ത്വന കേന്ദ്രം SYS ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൽ ലത്തീഫ് സഖാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ SYS മുക്കം സോൺ സെക്രട്ടറി ഷമീർ മാസ്റ്റർ, മുഹമ്മദ് റാഫി സഖാഫി, അബ്ദുൽ സലാം മുസ്ലിയാർ പുന്നക്കൽ, SYS സർക്കിൾ സെക്രട്ടറി അബ്ദുൽ കരീം വാലയിൽ, CPM നേതാവ് സജി ഫിലിപ്പ്, ആബിദ് KK തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. കാരന്തൂർ മർക്കസ് ഇഹ്റാം ഇംഗ്ലീഷ് ക്ലബ്ബിൽ 2 ദിവസത്തെ പ്രാക്ടിക്കൽ ഇന്റർവ്യൂ ട്രെയിനിംഗ് നടക്കുന്നു. ഈ മാസം 24, 25 തീയതികളിൽ രാവിലെ 9 മണി മുതൽ 4:30 വരെ മർക്കസ് ഇഹ്റാമിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാം നൌഫൽ മാസ്റ്റർ പേരാമ്പ്ര നേതൃത്വം നൽകും. രജിസ്ട്രേഷന് വേണ്ടി 8891000177 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് പാലായി ഹിദായ സ്ഥാപനങ്ങളുടെ മാനേജറായ അബ്ദുസ്സമദ് ഫൈസി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. മർക്കസ് ബോർഡിംഗ് സ്കൂൾ, മർക്കസ് യതീംഖാന എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. മയ്യിത്ത് നിസ്കാരം ഇന്ന് വൈകിട്ട് 4:15 നടന്നു. ഇമ്പിച്ചാലി, മറിയം എന്നിവരുടെ മകനാണ്. ആയിഷയാണ് ഭാര്യ. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ചേളാരി വിഭാഗം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ലീഗിനെതിരെ പോരാടുന്നു. മത്സരിക്കാൻ ഇടം കിട്ടിയില്ലെങ്കിൽ അവിടെ തിരഞ്ഞെടുപ്പ് രംഗം കലുഷിതമാക്കാനും ശ്രമിക്കുന്നതായി പരാതിയുയർന്നിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇത്തരം നീക്കങ്ങൾ വ്യാപകമായി നടക്കുന്നതായി വ്യക്തമായിട്ടുണ്ട്. ഓമശ്ശേരി പഞ്ചായത്തിലെ കൂടത്തായി വാർഡിൽ നടന്ന തർക്കം ലീഗിലെ ഒരു പ്രഗത്ഭനായ ഭാരവാഹിയുടെ രാജിയിലാണ് കലാശിച്ചത്. ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് UDF കൺവീനറുമായ KP കുഞ്ഞമ്മദാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്.
ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കൂടത്തായിയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ആഭ്യന്തര കലഹത്തിനൊടുവിലാണ് പ്രഗത്ഭനായ സാരഥിയുടെ രാജിയുണ്ടായത്. ലീഗ് പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികൾ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് കുഞ്ഞമ്മദിനെയായിരുന്നു. എന്നാൽ ചേളാരി വിഭാഗം നേതാവ് നാസർ ഫൈസിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം രംഗത്തിറങ്ങി രംഗം വഷളാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നോമിനിയായ AK അസീസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അസീസിനെ പിന്തിരിപ്പിക്കാൻ ലീഗ് നേതൃത്വം നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ സ്വാധീനിച്ച് ഫൈസി അസീസിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയാണുണ്ടായത്. ലീഗ് നേതൃത്വത്തെയും അണികളെയും ഒന്നടങ്കം ഞെട്ടിച്ച ഈ സംഭവം ചേളാരി ഗ്രൂപ്പിനെതിരെ ജനരോഷമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ച് ലീഗ് അണികളുടെ എതിർപ്പ് ഏറ്റുവാങ്ങിയ നാസർ ഫൈസിയെയും ഏതാനും പേരെയും ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം കൂടത്തായി ലീഗ് ഓഫീസിലും മദ്രസാ യോഗത്തിലും നാട്ടുകാർ കക്ഷിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയുണ്ടായി. ഫൈസിയുടെ സഹോദരന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. എന്നാൽ പലരെയും സ്വാധീനിച്ച് സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. ലീഗ് സംസ്ഥാന സമിതി അംഗവും കൂടത്തായി സ്വദേശിയും നിരവധി കാലം പഞ്ചായത്ത് പ്രസിഡന്റുമായ വ്യക്തിയുടെ അഭിപ്രായം പോലും മാനിക്കാതെയാണത്രേ ഇത്തവണ കൂടത്തായിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിനായി ഫൈസിയും കൂട്ടരും ചേളാരി സമസ്തയുടെ നേതാക്കളെ ഉപയോഗപ്പെടുത്താനും ഹൈദരലി തങ്ങളെ സ്വാധീനിക്കാനും ശ്രമിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാകട്ടെ പലയിടങ്ങളിലും ലീഗിനെതിരെ നേർക്കുനേർ ചേളാരി ഗ്രൂപ്പിലെ പ്രമുഖർ മത്സരരംഗത്തുണ്ട്. പലയിടങ്ങളിലും ഇടത് സ്വതന്ത്രരായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. ചേളാരി വിഭാഗം വിദ്യാർത്ഥി സംഘടനയായ SKSSFന്റെ ജില്ലാ കൌൺസിലറും തിരൂർ താലൂക്ക് ട്രഷററുമായ അഷ്റഫ് തറമ്മൽ തിരൂർ നഗരസഭയിലേക്ക് 14-ാം വാർഡിൽ നിന്നും ലീഗിനെതിരെ മത്സരിക്കുന്നുണ്ട്. തനാളൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിൽ നിന്നും ചേളാരി വിഭാഗം നോമിനികളായി ലീഗിനെതിരെ മത്സരരംഗത്തുണ്ട്. കൂടാതെ ചേലേമ്പ്ര, തേഞ്ഞിപ്പാലം, നന്നമ്പ്ര, കരുവാരക്കുണ്ട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ ചേളാരി വിഭാഗക്കാർ മത്സരിക്കുന്നുണ്ട്. കരുവാരക്കുണ്ട് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന MSF നേതാവിനെ പരാജയപ്പെടുത്താൻ ചേളാരി യുവജന വിഭാഗം നേതാവിന്റെ നേതൃത്വത്തിൽ പരസ്യ പ്രചാരണവുമായി ഇവർ രംഗത്തെത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ SKSSFന്റെ സംസ്ഥാന ഭാരവാഹികൾ ലീഗിനെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഉന്നത നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് പത്രിക പിൻവലിക്കുകയായിരുന്നു. എന്നാൽ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി ലീഗിനെതിരെ ചരടുവലി നടത്താനാണ് ചേളാരി സുന്നികളിലെ ഒരു വിഭാഗം നേതൃത്വത്തിന്റെ തീരുമാനം. ഇവർക്കിടയിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗം ശക്തമായി നിലനിൽക്കുന്നതിനാൽ സ്വന്തം സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിലും ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ രഹസ്യമായ പ്രചാരണങ്ങളും സജീവമാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാൾക്കൻ അതിർത്തികളിൽ കർശന നിയന്ത്രണം, അഭയാർത്ഥികൾക്ക് ദുരിതപർവം. മാസിഡോണിയയിൽ ഒരു ദിവസത്തിനിടെ 10,000 അഭയാർത്ഥികൾ. ശിവസേനയ്ക്ക് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ശക്തമായ താക്കീത്. ശിവസേനയുടെ ഭീഷണി, പാക് ഗായകൻ ഗുലാം അലിയുടെ ഡൽഹിയിലെ പരിപാടി റദ്ദാക്കി. ഹരിയാനയിൽ ദലിത് കുടുംബത്തെ ജീവനോടെ കത്തിച്ചു, ജാതിപ്പോരാണ് കാരണം. ക്യാമ്പസുകളിലെ വാഹന നിയന്ത്രണത്തെ സ്വാഗതം ചെയ്ത് ഹൈക്കോടതി, നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ചേളാരി വിഭാഗം. SSF പ്രൊഫ് സമിറ്റ് പ്രഖ്യാപനം നാളെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ. ആശൂറ പ്രഭാഷണവും പ്രാർത്ഥനാ സംഗമവും വെള്ളിയാഴ്ച മർക്കസിൽ. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.